ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. ഒരു ഈസി അടിപൊളി ഫിഷ് ഫ്രൈ ആണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയുള്ളി, ഇത്ര ഐറ്റംസാണ്. ഇത് പെട്ടെന്ന് ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. നമുക്കിവിടെ കിട്ടിയേക്കുന്നത് പിലോപ്പി മീനാണ്. സോ ഇത് ഒന്ന് മിക്സിയുടെ ബൗളിൽ അരച്ചെടുക്കുക. ഫൈൻ പേസ്റ്റ് ആവണ്ട. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനിലേക്ക് കുരുമുളക് പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇത്രയും ആഡ് ചെയ്യുക. പിന്നെ ലേശം വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുക. ഇത് മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്തേക്ക് നമ്മൾ ഈ ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് ആ ഐറ്റംസും അരച്ചെടുത്ത ഐറ്റംസും കൂടെ ആഡ് ചെയ്ത് ലേശം മസാലപ്പൊടി നിങ്ങളുടെ ഓപ്ഷനിലാണത്. എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാനത് ചേർക്കുന്നത്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതും കൂടെ ചേർത്ത് നല്ലപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചേക്കുന്ന മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. മീൻ നല്ലോണം വരഞ്ഞ് വെക്കാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ നമ്മുടെ ഈ മസാല പിടിക്കും. നല്ല രണ്ട് സൈഡിലും ഉള്ളിലും ഒക്കെ തേച്ച് മാരിനേറ്റ് ചെയ്യാം. എത്ര നേരം മാരിനേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മീൻ പിന്നെ നമുക്ക് രണ്ട് സൈഡും നല്ല വൃത്തിയായിട്ട് വേവനുസരിച്ച് വറുത്തെടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തേക്കണേ. നമ്മൾ മലയാളികളല്ലേ, നമ്മൾ വെളിച്ചെണ്ണയുടെ ആൾക്കാരല്ലേ. അപ്പോൾ ഞങ്ങൾ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കാറ്. സ്വാദും കൂടുതൽ വെളിച്ചെണ്ണ തന്നെയാണ്. രണ്ട് വശവും നല്ല നമ്മളുടെ പാകത്തിനുള്ള വേവിനനുസരിച്ച് വറുത്ത് എടുത്തു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിനെ വറുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റാം. പിന്നെ മുകളിൽ കുറച്ച് സവാളയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈം ജ്യൂസൊക്കെ ഇടാം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു. ബൈ.